സബ് വൂഫറിൻ്റെ ബോക്സാണ്. വളരെ പ്രത്യേകതയുള്ള അടിപൊളി ഒരു ഐറ്റമാണ്. ഇതങ്ങനെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ സാധാരണ സബ് വൂഫറിൻ്റെ ബോക്സിനെക്കാട്ടും നല്ല പ്രൈസ് കൂടുതലാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ സാധാരണ സബ് വൂഫറിൻ്റെ ഒക്കെ ഹോൾ വരുന്നത് ഒരു റൗണ്ട് ഹോൾ സൈഡിലായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഹോൾ വന്നിരിക്കുന്നത് സ്ക്വയർ ടൈപ്പ് വലിയൊരു ഹോളാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ സബ് വൂഫറിൻ്റെ ബോക്സിൻ്റെ പ്രൈസ് 1000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ ഇത് 2000-2200 രൂപ റേറ്റ് വരുന്നുണ്ട്. അതുപോലെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നല്ല വലിപ്പമുണ്ട് ഉണ്ടോ. ഇതിനകത്തൊരു സബ് വൂഫർ 10 ഇഞ്ചിൻ്റെ സബ് വൂഫർ വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സൗണ്ട് എഫക്റ്റ് അതുപോലെ ക്വാളിറ്റി ഉള്ളൊരു സൗണ്ടാണ് കിട്ടുന്നത്. ഇതിന് വെയിറ്റ് ഒരു പൊക്കാൻ പറ്റത്തില്ല, ഒരു 15-20 കിലോ വെയിറ്റ് ഉണ്ട്. മറ്റേ സാധനം അത്രയും വെയിറ്റ് വരത്തില്ല. അതുകൊണ്ടൊക്കെയാണ് ഇത് ഇത്രയും പ്രൈസ് വരുന്നത്. ഇതിനകത്ത് ഡിസൈനും കണ്ടോ, ഒരു തട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെ കൊടുത്തിട്ട് ഇതിനടിയിൽ കൂടെ എയർ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത് പുറത്ത് വരുവാണ്. എന്നിട്ടാണ് എയർ പുറത്ത് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ സൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അത് കേട്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇതിന് കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇത് 10 ഇഞ്ച് സൈസ് വരുന്ന സബ് വൂഫറിൻ്റെ ബോക്സാണ്. നിങ്ങളത് ഇത് വാങ്ങുവാണെങ്കിൽ സാധനം വാങ്ങുക, മറ്റേത് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റേത് വാങ്ങുന്നതിനെ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടു നോക്കുക, ഇതിൻ്റെ ഹൈറ്റ് കണ്ട, ഈ ഒരു ഹൈറ്റ് ഉണ്ട്. അടിപൊളി സാധനമാണ്. ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ അഭിപ്രായം പറയാം. യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സാധാരണ ബോക്സും ഈ ബോക്സിനായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.